കഴിഞ്ഞ ദിവസമായിരുന്നു ഓമിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന രീതിയിൽ പങ്കുവച്ച വീഡിയോ വൈറലായത്. ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് പ്രേക്ഷകർക്ക് സങ്കടമായി മാറിയത്. ഓമിക്കുട്ടൻ്റെ, അതായത് നിയോം അശ്വിൻ കൃഷ്ണയുടെ ആദ്യ ഫ്ലൈറ്റിന് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. ആദ്യ ഫ്ലൈറ്റിന് ഇപ്പോൾ ഇന്ത്യയിലാണ് സ്ഥാനം ലഭിച്ചത്. അത് സർട്ടിഫിക്കറ്റ് കിട്ടണമായിരുന്നെങ്കിൽ ആദ്യമേ പറയണമായിരുന്നുവെങ്കിൽ ഇറങ്ങാൻ നേരമെങ്കിലും അവർ ഫ്രെയിം ചെയ്ത് എത്തിക്കുമെന്ന് പറയുന്നു. എന്നാൽ അത് ദിയയ്ക്ക് ലഭിച്ചില്ല. ആദ്യ ചതി അവിടെയാണ് നേരിട്ടത് എന്നാണ് പറയുന്നത്. പ്രേക്ഷകരും അതുതന്നെയാണ് കണ്ടുപിടിച്ചുകൊണ്ട് പറയുന്നത്. ദിയയ്ക്ക് വളരെയധികം ഭാഗ്യമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മിക്ക കുട്ടികൾക്കും അവർ നൽകുന്നതാണ്. ആദ്യ ഫ്ലൈറ്റ് എന്ന് ചോദിച്ച് എടുത്തു പറയുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. ഇത്തവണ ബോർഡിംഗ് പാസ് എടുത്തപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ചോദിക്കില്ലായിരുന്നു. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ലഭിച്ചു, ഇങ്ങനെയൊക്കെ നിരവധി പേർ അതിന് താഴെ കമൻറ്റുമായി എത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇത് ലഭിക്കില്ല എന്നും ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിൽ അത് വളരെയധികം കുറവാണെന്നും ഇപ്പോൾ പലരും കമൻറ്റ് ചെയ്ത് എത്തുന്നുണ്ട്. എന്ത് തന്നെയായാലും ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിൻ്റെ സങ്കടമാണ് ദിയയ്ക്കുള്ളത്. വീഡിയോ തുടങ്ങുന്ന സമയത്ത് അത് കിട്ടുമായിരിക്കും എന്നൊക്കെ ദിയ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അത് കിട്ടാതെ വന്നതിൻ്റെ നിരാശ ദിയയുടെ മുഖത്ത് നന്നായുണ്ട്. ആദ്യം ഒരു ഇൻട്രോ എടുത്ത് അങ്ങനെ പറയുകയും ചെയ്തു പോയി. അതുകൊണ്ട് തന്നെ ഇൻട്രോ മാറ്റാനും സാധിക്കാതെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിയ വീർപ്പ് മുട്ടിയത്. ദിയയുടെ വീർപ്പ് മുട്ടൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും. കൃത്യമായി തന്നെ ആ വാർത്തയും ഓരോന്നോരോന്ന് തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തയായി ഇത് വേഗം മാറുകയാണ്. ആരാധകർക്കും അത് പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു വാർത്തയായി ഇത് മാറാനുള്ള കാരണവും ഇതുതന്നെയാണ്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. സോഷ്യൽ മീഡിയയിൽ ദിയയുടെ വ്ലോഗ് ഫോളോ ചെയ്യുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ ഓമി പ്രിയങ്കരനാണ്. ഓമിയുടെ ഒരു വീഡിയോ ഇല്ലെങ്കിൽ പ്രേക്ഷകർ അപ്പോൾ ചോദിക്കും. ഇപ്പോൾ ദിയയുടെ ജുവലറി വീഡിയോയ്ക്കോ സാരി വീഡിയോയ്ക്കോ അല്ലെങ്കിൽ ഫാഷൻ വീഡിയോയ്ക്കോ ഒന്നും തന്നെ വ്യൂ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഓമിയെ കാണാനാണ് എല്ലാവരും ഇപ്പോൾ ദിയയുടെ വ്ലോഗ് കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഓമിക്ക് ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിലെ അവരുടെ വീട്ടിലെ ആർക്കോ കിട്ടാത്തതുപോലെയാണ് അവർക്ക് തോന്നുന്നത് എന്ന് പറയുന്നു. കൃത്യമായ രീതിയിൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഓരോ തവണയും ഓമി ബേബിയുടെ വാർത്തകൾ ഏറ്റെടുക്കുമ്പോൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാം പങ്കുവയ്ക്കുന്ന വാർത്തയായി ഇത് വേഗം മാറാനും കാരണമുണ്ട്. ഓമി ബേബി അങ്ങനെ വെറുതെ ഒരാളല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണ്. ഞങ്ങളിപ്പോൾ ഓരോ തവണയും അവനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് പങ്കുവെച്ച് എത്താറുള്ളത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ചും പങ്കുവെക്കുന്നു. വെറുതെയല്ല, മിക്കപ്പോഴും പ്രേക്ഷകരെല്ലാവരും പങ്കുവെക്കുന്ന വാർത്തയായി ഇത് മാറുന്നതും ഉള്ള കാരണവും ഓമി ബേബിയിലുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. സ്നേഹത്തോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും പങ്കുവെച്ചെത്തുന്നത് വാർത്തയിലൊക്കെ തന്നെയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ വളരെയധികം പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.